പുഷ്പ 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 നമസ്കാരം, എൻ്റെ പേര് ജിത്തു. വെൽക്കം ടു മൈ ചാനൽ ജിത്തു ജി. പുഷ്പ 2 എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പേഴ്സണലി സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം കൊടുത്ത കാശ് മുതലായ ഒരു തെലുങ്ക് പടം കുറച്ച് ഫൈറ്റുകളും മ്യൂസിക്കും ഡാൻസും പാട്ടുകളൊക്കെ കൂടി കണ്ടു തീർത്ത അനുഭവം തന്നെയായിരുന്നു. പാർട്ട് 2 ആണല്ലോ. സുകുമാറാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 അദ്ദേഹം തന്നെയായിരുന്നു. എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ നമ്മുടെ സ്വന്തം അല്ലു അർജുൻ നായകനായിട്ട് വരുന്നുണ്ട്. ഫഹദ് ഫാസിലുണ്ട്, രശ്മി മന്ദാന, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആക്ടേഴ്സിനൊന്നും കുറവൊന്നുമില്ല. പിന്നെ കഥയിലേക്ക് കിടക്കുമ്പോൾ പാർട്ട് 1 കഥ രണ്ട് നായക തുല്യനായ വില്ലനും അതുപോലെ തന്നെ നായകനും തമ്മിലുള്ള ഫൈറ്റുകളാണ്. നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ നേരിട്ട് കണ്ട് ശീലിച്ച് നമ്മൾക്ക് ആ ഒരു രണ്ട് പേര് തമ്മിലുള്ള കോൺട്രവേഴ്സികളൊക്കെയാണ് കാണിക്കുന്നത്. പാർട്ട് 2 കിടക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ലാർജ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നായകൻ കള്ളക്കടത്ത് നടത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെയും പോകുന്നു. വില്ലൻ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം അത് തടയാൻ അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നേരിട്ടുള്ള ഫൈറ്റ് ഇല്ലെങ്കിലും ആ രണ്ട് ആൾക്കാരും തമ്മിലുള്ള ഒരു കളി അത് സൂപ്പറായിട്ട് തന്നെ അയാൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ ത്രില്ലടിപ്പിച്ച് അതിന് നമ്മുടെ DSPയുടെ മ്യൂസിക്കൊക്കെ കൂടി ഫസ്റ്റ് ഹാഫ് മൊത്തം അങ്ങനെ കിടക്കുന്നു. അതിനുശേഷം ഓരോ കഥാപാത്രത്തിനും അയാൾ എഴുതി വെച്ച ഭാഗമുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് സിനിമ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലെ, കാണാൻ പോകുന്നവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓരോ കഥാപാത്രവും അത് അർഹിക്കുന്ന അത്ര മാത്രം പോർഷനിലേ വരുന്നുള്ളൂ. എല്ലാ സിനിമ ത്രൂ ഔട്ടോ എല്ലാ കഥാപാത്രവും വേണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമോഷനിലൂടെ കടന്നു പോകുന്നുണ്ട് സിനിമ. അവർ പാർട്ട് 1 പറഞ്ഞു വെച്ച പോലെ രശ്മി മന്ദാനയുടെ കടന്നു വരവും അവൾ ഭാര്യയായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇവർ തമ്മിലുള്ള ജോഗ്രഫി ഒരു റൊമാൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് വൾഗർ അല്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അമ്മയായിട്ട് വരുന്ന കഥാപാത്രം ചെറിയച്ഛനായിട്ട് അവൻ്റെ അമ്മയുടെ ഫാമിലി ആയിട്ടൊരു പ്രോബ്ലം ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. വീട്ടുപേരില്ല, അവർ ഫാമിലി ചേർക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ഹാഫിൽ ചേർത്തുന്നത്. അങ്ങനെയാണ് ആ കഥയുടെ മൊത്തം പശ്ചാത്തലം. അതിൻ്റെ ഇടയിൽ ഡ്രഗ്സ് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, കള്ളക്കടത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മൊത്തത്തിൽ സിനിമ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾക്ക് മെയിനായിട്ട് പറയുന്ന DSPയുടെ മ്യൂസിക് തന്നെയാണ്. അദ്ദേഹം പെട്ടെന്ന് നമുക്ക് കേട്ടാൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന, പേഴ്സണലി അങ്ങനെ വേണം പറയുമല്ലോ, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന, എപ്പോഴും അങ്ങനെ കേട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആളൊന്നും പാട്ടുകളൊന്നും അല്ല. പക്ഷേ തിയേറ്ററിലേക്ക് കിടക്കുമ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു ഓളം വൈബ് തരുന്ന, നമുക്കങ്ങനെ ഇത് വേണ്ടായിരുന്നു ഈ പാട്ട് അങ്ങനെ തോന്നിക്കില്ല. നല്ല ഒരു വൈബ് ഓളം തരുന്ന പാട്ടുകൾ തന്നെയാണ്. പല ഡാൻസും മൂവ്മെൻറ്റിനൊക്കെ കുഴപ്പമില്ല അല്ലേ എന്ന് പറഞ്ഞ് കണ്ടിരിക്കാൻ പറ്റുന്ന പാട്ടുകൾ തന്നെയാണ് DSP കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഇയാൾ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പറായിട്ട് ഫൈറ്റിനെ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ക്രീനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയിലേക്ക് ഈ പറഞ്ഞ ഫൈറ്റുകളൊക്കെ ഇൻട്രൊഡക്ഷനിൽ കാണിക്കുന്ന ഫൈറ്റും ക്ലൈമാക്സിൽ വരുന്ന ഫൈറ്റൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആകുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. അതിൽ ചില ആംഗിളുകളൊക്കെ നല്ല രസമുണ്ട്, കുഴപ്പമില്ല, സൂപ്പറാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ DSPയുടെ മ്യൂസിക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മാക്സിമം ചെയ്തിട്ടുണ്ട്. പല സിനിമകളും കാണുന്ന പോലെ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ടുകളോ അങ്ങനെ കുത്തി കയറുന്ന പോലെ സൗണ്ടൊന്നുമല്ല, നല്ല നല്ല ബീറ്റുകൾ തന്നെയാണ്. അത് ഭയങ്കര ഇതായിട്ട് തോന്നി അയാളുടെ മ്യൂസിക്. പിന്നെ അഭിനയത്തിൽ കിടക്കുമ്പോൾ ഫഹദ് ഫാസിൽ എപ്പോഴും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റോള് എന്താണോ അത് പൂർണ്ണമായിട്ട് മാക്സിമം ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. അദ്ദേഹമാണ് മെയിൻ വില്ലൻ. അദ്ദേഹത്തെ മുഴുവനായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടൊന്നും പോയി കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ വില്ലന്മാർ ഇനിയും ഉണ്ട്. പുഷ്പ എന്ന ആളുടെ റൂള് മാത്രമാണ്. ഇനി ഒരു തേർഡ് പാർട്ടും കൂടി ഉണ്ട് എന്നാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. അത് സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സീന് ശേഷം പിന്നെ ഒരു കഥ കാണിക്കുന്നു. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോൾ ഇനി ഒരു പാർട്ടിനേക്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സിനിമ കൂടി നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇമോഷണൽ രംഗങ്ങൾ അതിലും കൂടി കിടക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ചെറിയൊരു നമ്മളെ പോലെയുള്ള, അത് ഒന്നാമത് അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, റീമേക്ക് ചെയ്ത് വരുന്ന ചില വീടുകളൊന്നും നമുക്ക് ദഹിക്കണമെന്നില്ല. അല്ലെങ്കിൽ അത് ആ ഒരു ഫ്ലോയിൽ തന്നെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അത് പാട്ടുകളിലാണ് അത് പ്രത്യേകം നമുക്ക് അങ്ങനെ തോന്നിയത്. പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഐറ്റം ഡാൻസൊക്കെ സൂപ്പർ അടിപൊളിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാൻസ് ആയാലും അവളുടെ ആളെയൊക്കെ സൂപ്പറായി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള വാക്കുകളിലാണ് പാട്ടൊക്കെ നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ ഇമോഷണൽ രംഗങ്ങളാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതിലെ ഒരു
രണ്ട് മൂന്ന് ഭാഗം മാത്രം എന്നെയും അല്ലെങ്കിൽ കാണുന്നവർക്കും പെട്ടെന്ന് ഇമോഷൻ കയറി വരുമല്ലോ. ഈ തെലുങ്ക് പടങ്ങളിലൊക്കെ അങ്ങനെയാണ്. അതിപ്പോൾ ഏറ്റവും ഹിറ്റായി ഓടിയ പടങ്ങളിലെ പോലെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചാൽ സിനിമ സൂപ്പർ തന്നെയാണ്. ഒരുപാട് ഭാഗമൊന്നും മാറ്റി വയ്ക്കല്ല കേട്ടോ, നല്ല തന്നെയാണ്. സിനിമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പോയി കാണുക. നെഗറ്റീവ്സൊക്കെ പരമാവധി ഒഴിവാക്കുക. പുഷ്പ 1 കണ്ട് ആ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിൽ ഇഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. സൂപ്പറായിട്ട് മ്യൂസിക് വന്നിട്ടുണ്ട്, ഡാൻസ്, പാട്ടുകൾ, അങ്ങനെ ആവശ്യമില്ലാതെ വന്ന പാട്ടുകളൊന്നും അല്ല, എല്ലാം ആവശ്യത്തിന് തന്നെയാണ് ആൾ കറക്റ്റായി വന്നിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പോയി കാണുക, മിസ്സാക്കരുത്. നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാവുമായിരിക്കും, അങ്ങനെയൊന്നുമില്ല, കാണാം, നല്ല പടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരാം. നന്ദി.